different angles. Don't forget to subscribe and support this channel. അഞ്ചു കൊല്ലം കോൺഗ്രസ്, അഞ്ചു കൊല്ലം കമ്മ്യൂണിസ്റ്റ്, ഇങ്ങനെ കേരളത്തിൽ അതായത് ഇടത് വലത് കക്ഷികൾ വെച്ചു മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിലെ ഭരണം എന്ന് പറയുന്നത്. അതിപ്പോൾ കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയന്റെ കയ്യിലേക്ക് എത്താൻ കാരണമുണ്ട്. കോൺഗ്രസിന്റെ ഒത്തൊരുമയില്ലായും നേതാക്കന്മാരുടെ തമ്മിലടിയും എല്ലാം. അതായത് അവർക്ക് ഭരണം ആവശ്യമില്ല. കേരളത്തിന്റെ സാമ്പത്തിക നില അനുദിനം താഴേക്ക് പോകുമ്പോൾ പിന്നെ കിട്ടിയിട്ട് കൈയിട്ട് വരാൻ കാര്യമില്ല എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം. ഏതായാലും ഇടത് വലത് എന്നുള്ള ഒരു രീതി മാറി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പിണറായി സർക്കാരിന് തോന്നി. കാരണം എന്തായാലും അടുത്ത 5 വർഷം UDF അധികാരത്തിൽ വരുമ്പോൾ തങ്ങളുടെ ഭരണക്കോട്ടങ്ങൾ, തങ്ങളുടെ അഴിമതികളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അതൊക്കെ ഒട്ടാക്കി മാറ്റാൻ അവർക്കൊരു അവസരം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി കൊള്ളാവുന്ന മന്ത്രിമാർ തന്നെയാണ് ഒന്നാം പിണറായി സർക്കാരിലുണ്ടായിരുന്നത്. അവരവരുടെ കഴിവ് പരമാവധി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റി അവർക്ക്. എത്രയൊക്കെ അഴിമതിയുടെ കാര്യം പറഞ്ഞാലും അതുപോലെ മറ്റ് ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റി എന്നൊക്കെ പറഞ്ഞാലും ഓരോ മന്ത്രിമാരെയും എടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചൊക്കെ അവർ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. എത്ര കണ്ട് ചെയ്തു എന്നുള്ളതല്ല, ശ്രമിക്കാനുള്ളൊരു മാനസിക ധൈര്യവും സ്ഥൈര്യവും ഉണ്ടായിരുന്ന കഴിവുള്ള മന്ത്രിമാർ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. സ്വതന്ത്രമായി ഒരുപക്ഷെ പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് പലതും ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം. പക്ഷെ എങ്കിലും അവർ കൊള്ളാമായിരുന്നു, താരതമ്യേന കൊള്ളാമായിരുന്നു. ആ ഒരു കൊള്ളാം എന്ന തോന്നലിൽ നിന്നാണ് നിലവിലുള്ള സാഹചര്യം എല്ലാം കൂടി വെച്ചുകൊണ്ട് ചരിത്രം മാറ്റിമറിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ രണ്ടാമത് വരുന്നത്. അതായത് ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് രണ്ടാമത് ഭരണം വെച്ചു കൊടുക്കുന്നത്. സത്യത്തിൽ കേരളത്തിന്റെ കണ്ടകശനി തുടങ്ങിയത് അവിടെയാണ്. തുടർ ഭരണം വന്നത് LDF ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. UDF അധികാരത്തിൽ വരും, പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് UDFനെ മര്യാദ ഒളിപ്പിക്കാമെന്നാണ് കരുതിയത്. പക്ഷെ ആ സമയത്താണ് ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ കടന്നു വരുന്നതും തുടർ ഭരണം കിട്ടുന്നതും. പക്ഷെ പിന്നീടുള്ള കഥകൾ നമ്മൾ കണ്ടതാണ്. ഒരു ഏകാധിപത്യമായിരുന്നു. പിന്നീട് മരുമോനെ പിടിച്ച് മന്ത്രിയാക്കുന്നു. മരുമോനും മുഖ്യമന്ത്രിയും മാത്രം ഇവിടെ ഭരിക്കുന്ന ഒരു അവസ്ഥ വരുന്നു. കൊള്ളാവുന്ന മന്ത്രിമാരെയൊക്കെ പുറത്തിരുത്തി. ഒന്നാം പിണറായി സർക്കാരിൽ കഴിവുണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റി നിർത്തി മൂലയ്ക്കൊതുക്കി. ഒന്നിനും കൊള്ളാത്ത, ഒന്നിനും ചെയ്യാൻ പറ്റാത്ത, നീ അഥവാ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ ചെയ്യാൻ പറ്റാത്ത, തന്റെ അടിമയായി ഇരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു വിഭാഗത്തെ മന്ത്രിയാക്കി കൊണ്ടുവന്ന് വെച്ചു. അതിന് അപവാദമായിരുന്നത് KB ഗണേഷ്കുമാറാണ്. അവസാനം കയറി വന്ന ആൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയപ്പോൾ മൂപ്പരെയും അടിച്ചു മൂലക്കിരുത്തി. അതിന്റെ ഉദാഹരണമാണ് യദുവിന്റെ കേസിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ. യദു ഈ കേസിൽ ഇതാണ്, വിജിലൻസ് അന്വേഷണം വന്നിട്ടുണ്ട്, അയാള് കുറ്റക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായത്തിന്റെ പക്ഷത്ത് നിന്നപ്പോൾ അയാളെ മണ്ടക്കടിച്ചിരുത്തി. അതോടുകൂടി മൂപ്പര് യദുവിനെ അറിയാത്ത ഒരു കോലമായി. അതായത് ഗണേഷ്കുമാർ അടക്കമുള്ള മുഴുവൻ മന്ത്രിമാരും മുഖ്യമന്ത്രി പറയുന്ന അനുസരിച്ചിട്ട് അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറഞ്ഞ് അവർ പറയുന്നത് മാത്രം അനുസരിച്ച് പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ അടുത്ത തുടർ ഭരണം ഒരുപക്ഷെ മൂന്നാമത് ഒരു ഭരണം പ്രതീക്ഷിക്കുന്നുണ്ടാകാം. അങ്ങനെ മൂന്നാമതൊരു ഭരണം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാക്കാൻ മരുമോനെ ഒരു കരുതി വെച്ചിട്ടുണ്ടാകാം. അപ്പോഴും ഇത് തന്നെ കുറെ അടിമ മന്ത്രികളെ പിടിച്ച് ഇപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മരുമോൻ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നോളും. ഇനിയിപ്പോൾ മൂന്നാമതൊരു പിണറായിക്ക് മുഖ്യമന്ത്രിയാകാൻ ഒരു പക്ഷേ ചാൻസ് ഉണ്ട് തോന്നില്ല. ഏതായാലും ഈ ഒരു 5 വർഷം കൊണ്ട് സംഭവിച്ചെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാമ്പത്തിക രംഗം പറ്റടിയിൽ പോയി. കാരണം കേരളത്തിലെ ജനങ്ങളെല്ലാം അടിയിൽ പോയി. ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി, സാമ്പത്തികം ഇല്ലാത്തൊരവസ്ഥയായി, ദുരിതമാണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പലയിടങ്ങളിലും ബോർഡ് വെച്ചിട്ടുണ്ട്. വസ്തു വിൽപ്പനയ്ക്ക്, വീട് വിൽപ്പനയ്ക്ക്, ഇങ്ങനെ ബോർഡുകൾ ധാരാളമാണ്. സാർവത്രികമായി ബോർഡ്, എല്ലായിടത്തും ബോർഡ്. പക്ഷെ അത് വാങ്ങാൻ ആളില്ല, ആരുടെ കയ്യിലും പൈസയില്ല. പിന്നെ രണ്ടാമത്തെ ആരോഗ്യമാണ്. ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ കൂപ്പുകുത്തി. ഒരു പരിധിവരെ അല്ല, നല്ലൊരു പരിധിവരെ ശൈലജ ടീച്ചർ ഒന്നാം പിണറായി സർക്കാരിൽ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് വീണ ജോർജ് അത് കൈകാര്യം ചെയ്യുമ്പോൾ പറ്റ മോശം. ഒന്നിനും പറ്റൂല, ഒന്നിനും കൊള്ളാത്ത രീതിയിലാണ്. അത് ആശുപത്രികളുടെ ഗതി ഒന്ന് നോക്കിയാൽ മതി. യൂണിയൻ അതിപ്രസരം, ഉദ്യോഗസ്ഥ വിളയാട്ടം, ഇത് രണ്ടുമാണ് നടക്കുന്നത്. മരുന്നുകളില്ല, ആശുപത്രികൾ ഒരു ആശുപത്രിയിലും, മെഡിക്കൽ കോളേജുകളിൽ എവിടെയും ആശുപത്രികളില്ല. ഇപ്പോൾ സർജറി ഉപകരണങ്ങളില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വലിയൊരു സിറ്റുവേഷൻ, അതായത് പാവപ്പെട്ട രോഗികളുടെ ആശ്രയമായിട്ടുള്ള മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥലങ്ങളിൽ മരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ടി വരുന്നു, പുറത്തുനിന്ന് ലാബ് ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെ ഒരു വല്ലാത്ത കഷ്ടമാണ്. 1960കളിലെ ഒരു സ്റ്റാഫിന്റെ ഡോക്ടർമാരെ ഒരു പാറ്റേൺ ഉണ്ട്. അതിലാണ് ഇപ്പോഴും നിയമനം. 2025 നിന്ന് എത്തിയത് ഇതുവരെയുള്ള ഇടത് സർക്കാർ അറിഞ്ഞിട്ടില്ല. ആരോഗ്യ മേഖലയെക്കുറിച്ച് കൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടക്കുന്ന പിണറായി സർക്കാർ ആവശ്യത്തിന് ഡോക്ടർമാരെ മറ്റുള്ളവരെ നിയമിക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും ഇല്ല. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഈ കാണുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ചിത്രമാണ്. ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ആ ചിത്രം കാണുമ്പോൾ തന്നെ ഏത് രീതിയിലാണ് സർക്കാർ ആശുപത്രിയെ കൊണ്ട് നടക്കുന്നത് നോക്കാം. ഇവിടെ സ്വകാര്യ ആശുപത്രികളൊക്കെ 5 സ്റ്റാർ ഹോട്ടലുകൾ പോലെ
ആ രീതിയിലാണത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കാണാനൊക്കെ വലിയ ചൊറുക്ക. കാര്യം ഏത് രോഗിയും ചെന്ന് കയറിപ്പോവും. അവർ എങ്ങനെയാണ് പുറത്തു വരുന്നത്, എന്ത് കച്ചവടം നടക്കുന്നത് എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഇത് സർക്കാർ ആശുപത്രിയാണ്, മെഡിക്കൽ കോളേജാണ്. എന്നിട്ട് ആ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സംവിധാനങ്ങളും ഈ വൃത്തിയില്ലാത്ത ഈ ഒരു രീതിയുമാണ് സത്യത്തിൽ ഇവിടെ കുഴപ്പം. ഇത് കാണുമ്പോൾ സർക്കാരിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നതാണ്. ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അറിയാലോ, ആ വീടിന്റെ മുറ്റവും അതിന്റെ ഉമ്മറവും ഒക്കെ കാണുമ്പോൾ, അതിന്റെ പരിസരമൊക്കെ കാണുമ്പോൾ അറിയാം വീട്ടിലുള്ളവരുടെ സ്വഭാവം എന്താണെന്നുള്ളത്. അതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ അറിയാൻ പറ്റും ആരോഗ്യമന്ത്രിയുടെ സ്വഭാവം എന്താണ് ആരോഗ്യമന്ത്രി ഇവിടെ ചെയ്യുന്നെന്നുള്ളത്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം സംഭവിച്ചാണ് താമരക്കുളത്തുള്ള ജിജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ നവജാത ശിശു വെന്റിലേറ്റർ ആയിരുന്നു ആലപ്പുഴയിൽ. അതിനാവശ്യമായ ലാബ് ടെസ്റ്റുകൾ, മരുന്നുകളൊക്കെ പുറത്തുനിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. കാര്യം എല്ലാം പുറത്തുനിന്ന്, അവിടെ ഒന്നുമില്ല. എന്തോ 1-2 ചെറിയ മെഡിസിനോ അതുപോലെ മറ്റെന്തൊക്കെ മാത്രം അവിടെ ഉണ്ട്, ബാക്കിയൊന്നും അവിടെ ഇല്ല. കൂലിപ്പണിക്കാരനാണ് ഭർത്താവ്, വർഷാപ്പ് തൊഴിലാളിയാണ്, സ്വന്തമായിട്ട് വീടില്ല, വാടക വീട്ടിലാണ്. അപ്പൊ ആ അവസ്ഥയിലുള്ള അവർക്ക് സത്യത്തിൽ ഇവിടെ സർക്കാർ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് വലിയൊരു പദ്ധതി ഉണ്ടാക്കി വെച്ചു, അമ്മയും കുഞ്ഞും പദ്ധതി. അതനുസരിച്ചിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും അവിടെ സംരക്ഷണം ലഭിക്കണം. ആ കുഞ്ഞിന്റെ ചികിത്സാ ചെലവ്, അവരുടെ ചികിത്സാ ചെലവ്, അമ്മയുടെ ചികിത്സാ ചെലവെല്ലാം അതിൽ പോകണം. അതായത് പ്രസവിക്കാൻ ഈ പാവപ്പെട്ടവർ ചെന്നാൽ മതി. അവരുടെ എല്ലാ കാര്യങ്ങളും, മരുന്നുകളും മറ്റു കാര്യങ്ങളും എല്ലാം സർക്കാർ തന്നെയാണ് നോക്കുന്നത്, ആ ഹോസ്പിറ്റലിലാണ് നോക്കേണ്ടത്. അത് തീർന്നില്ല. അതെല്ലാം കഴിഞ്ഞ ശേഷം, അവിടുത്തെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഈ അമ്മയെ വീട്ടിലേക്ക് എത്തിക്കുന്ന മറ്റൊരു പദ്ധതിയുണ്ട്, മാതൃയാനം എന്നാണ് അതിന്റെ പദ്ധതി. ആ മാതൃയാനം പദ്ധതി പ്രകാരം ഈ അമ്മയെ വീട്ടിലെത്തിച്ചു കൊടുക്കണം. പണ്ട് ഒരു വാഹന സൗകര്യം ഏർപ്പെടുത്തി വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന മാതൃയാനം പദ്ധതി. ഇതിനൊക്കെ ഫണ്ടുണ്ട്. ഈ ഫണ്ടുകളെല്ലാം കേന്ദ്ര സർക്കാർ 60%, കേരള സർക്കാർ ഒരു 40% എന്ന നിലയിൽ അനുവദിച്ച് അവിടെ കിടക്കുമ്പോഴാണ് അവരുടെ ചികിത്സയ്ക്ക്, ഈ പറഞ്ഞ ആനുകൂല്യമുള്ളവരുടെ ചികിത്സയ്ക്ക് മരുന്നുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും എല്ലാം, ടെസ്റ്റുകളും എല്ലാം പുറത്തുനിന്ന് ചെയ്യേണ്ടി വരുന്നത്. ഈ കൂലിപ്പണിക്കാരാകുമ്പോൾ അറിയാലോ, അവർക്ക് വരുമാനം ഉണ്ടാവില്ല. ആ വരുമാനം നിലച്ചു വർഷാപ്പ് പണിയൊക്കെ മുടക്കിയിട്ട് ആശുപത്രിയിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് 1000 രൂപ, ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപയെങ്കിലും പ്രതിദിനം ആവശ്യമുണ്ട് മറ്റ് ആവശ്യങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആശുപത്രിയിൽ നിന്ന് കൊടുക്കേണ്ടതാ. ഇവരുടെ ഫണ്ട് അവിടെ ഉള്ളപ്പോഴാണ് ഇവരെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്. എത്ര ദിവസം കിടക്കണമെന്ന് അറിയില്ല. പാവം കുറച്ച് ദിവസമായിട്ട് കിടന്നു. പിന്നീട് ആ കുട്ടി മരിച്ചു. ആ കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിന് എവിടെ മറമാടണമെന്ന് പോലും പറ്റുന്നില്ല. അവിടെ കുറെ സന്നദ്ധ പ്രവർത്തകർ, ആശുപത്രി വികസന സമിതിയുടെ ഒരു പ്രവർത്തകനും അവിടുത്തെ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ഒരാളുണ്ട്. അവരുടെ നേതൃത്വത്തിൽ, കുറച്ചുപേരുടെ നേതൃത്വത്തിൽ കുറെ സന്നദ്ധ പ്രവർത്തകർ വന്നു. അവിടുന്ന് ആശുപത്രി ആംബുലൻസ് കയറ്റി കൊടുത്തു എന്നാണ് പറയുന്നത്. ആംബുലൻസ് കയറ്റി കൊടുത്തു. അവിടെ നിന്ന് പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോയി സംസ്കരിച്ചു. ഒക്കെ കഴിഞ്ഞിട്ടോ മാതൃയാനം ബാക്കി കിടക്കാണ്. ഇവരെ വീട്ടിൽ കൊണ്ടെത്തിക്കണം. ഏതായാലും കുട്ടി മരിച്ചു. പിന്നെ അമ്മയെ ഡിസ്ചാർജും ചെയ്തു. ഈ അമ്മയെ വീട്ടിലെത്തിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. പ്രസവിച്ച് കിടക്കുന്ന ഒരു അമ്മയാ. അവരെ KSRTC ബസ് കയറ്റി വിട്ടു. അതാണ് മാതൃയാനം. അപ്പോൾ ഈ രീതിയിലുള്ള മാതൃയാനവും ഈ രീതിയിലുള്ള സർവീസുകളും സേവനങ്ങളും നടത്തുന്ന ഒരു വകുപ്പിന്റെ മേധാവിയാണ് വീണ ജോർജ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവരുടെ ഭരണതലത്തിലുള്ള സ്വഭാവം, ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വഭാവം എന്താണ്, ഒരു വ്യക്തിപരമായിട്ടല്ല ഞാൻ പറയുന്നത്, ഭരണതലത്തിൽ അവരെങ്ങനെയാണ് അവരുടെ ഭരണ സ്വഭാവം പ്രകടിപ്പിക്കുന്നത് എന്ന് ഇതിന് മനസ്സിലാവും. ഏറ്റവും കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ആരോഗ്യവകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും പറ്റൂല. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു മെഡിക്കൽ കോളേജിലെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് മേധാവി തന്നെയാണ് പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത്, ഇതുവരെ ഒരു കറയം പുരളാത്ത സർക്കാർ സംവിധാനത്തിൽ പഠിച്ചതുകൊണ്ട് സർക്കാർ സർവീസ് തന്നെ ചെയ്യുള്ളൂ എന്ന് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് സർവീസ് ഒന്നും ചെയ്യാത്ത, ആശുപത്രിയിൽ എല്ലാ ദിവസവും ലീവ് എടുക്കാതെ രോഗികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു പാവം ഡോക്ടർ. അപ്പൊ അയാളെ കുറിച്ച് കയറ്റാൻ നടക്കുകയാണ്, അയാളുള്ള കാര്യം വിളിച്ച് പറഞ്ഞതിന് വേണ്ടിയിട്ട്. അതായത് ഇവിടെ കുറെ യൂണിയൻകാരും കുറെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഉണ്ട്. ആ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ യൂണിയൻകാരുടെയും താളത്തിനൊത്ത് തുള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും വേണമെങ്കിൽ ഇവിടെ ഒരു മന്ത്രിന്റെ ആവശ്യമില്ലല്ലോ. ആ മന്ത്രി എന്തെങ്കിലും തുകകളോ മറ്റു കാര്യങ്ങളോ വകുപ്പ് അനുവദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി അർഹതയുള്ളവരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണ്ടേ. അത് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ മന്ത്രി അവിടെ ഭരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. Different angles. Don't forget to subscribe and support this channel.